രാജ്യം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽപ്പെട്ടിരിക്കെ നിരന്തരം ഇന്ത്യ വലിയ പരാജയം നേരിടുന്നു എന്ന് പ്രചാരണം നടത്തിയ പാകിസ്ഥാൻ ചാനലുകളെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഒരു ചാനൽ, ഒരു മലയാളി നടത്തുന്ന ചാനൽ, ഒരു മുതിർന്ന ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ അമരത്തുണ്ടായിരുന്ന ഒരാൾ നടത്തുന്ന ചാനൽ മാത്യു സാമുവൽ, അദ്ദേഹം ഒന്നിലേറെ വീഡിയോകളാണ് ചെയ്തത്. ഇന്ത്യയുടെ 3 വിമാനങ്ങൾ തകർന്നു, പിന്നെ 5 ആയി, പിന്നെ 7 ആയി, ഇന്ത്യൻ ഭടന്മാരെ പാകിസ്ഥാൻ പിടിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകൾ നിരന്തരം ചെയ്ത് ശരിക്കും നമ്മുടെ രാജ്യം വലിയ മുന്നേറ്റം നടത്തി ഐതിഹാസികമായ വിജയം നേടി നിൽക്കുകയാണ്. പാകിസ്ഥാൻ ഹാൻഡിലുകളെ ആശ്രയിച്ച് ഈ വാർത്ത അദ്ദേഹം നിരന്തരം സംപ്രേഷണം ചെയ്തത്. ഞാൻ മാത്യു സാമുവലിൻ്റെ ചാനൽ ഇപ്പോൾ എടുത്ത് നോക്കി. അത് അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ദിസ് കണ്ടന്റ് ഈസ് കറൻ്റ്ലി അൺഅവൈലബിൾ ഇൻ ദിസ് കൺട്രി ബിക്കോസ് ഓഫ് ആൻ ഓർഡർ ഫ്രം ദ ഗവൺമെൻറ് റിലേറ്റഡ് ടു നാഷണൽ സെക്യൂരിറ്റി ഓഫ് പബ്ലിക് ഓർഡർ. ഫോർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഗവൺമെൻറ് റിമൂവൽ റിക്വസ്റ്റ് പ്ലീസ് വിസിറ്റ്. അപ്പോൾ ദേശീയ സുരക്ഷയ്ക്കും പൊതുക്രമത്തിനും നിരക്കാത്തതായതുകൊണ്ട് ഈ ചാനൽ നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഇത് കാണിക്കുന്നില്ല എന്നാണ് യൂട്യൂബ്. അയാളുടെ വ്യക്തിപരമായ യൂട്യൂബ് ചാനലായിരുന്നു. അതെ, മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന പേരിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ മറ്റു ചില കേസെടുക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മുടെ യുദ്ധവിമാനങ്ങളൊന്നും വീണിട്ടില്ല, ഇത് ഫേക്കാണ്, ഹിന്ദു ദിനപത്രമാണ് ആദ്യം ഇത് കൊണ്ടുവന്നത്, അത് ഹിന്ദു പിന്നീട് പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 3 വീഡിയോ ചെയ്തിരുന്നു. ആളുകൾ കണ്ടു. അപ്പോഴും നമ്മുടെ പ്രേക്ഷകരൊക്കെ പറഞ്ഞു മാത്യു സാമുവൽ ഇങ്ങനെ ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകരും മാത്യു സാമുവലിനെ കാണുന്നുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നു, അച്ചായൻ ഇങ്ങനെ പറഞ്ഞാൽ എന്തു ചെയ്യും, നമുക്ക് വിഷമം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തൊന്നും ചെയ്യണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. പക്ഷേ ഇപ്പോൾ രാജ്യദ്രോഹപരമായ കണ്ടന്റ് ഉള്ളതിനാൽ, അല്ലെങ്കിൽ ദേശീയ സുരക്ഷയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്നതിനാൽ ഏതാണ്ട് 8000-ഓളം അക്കൗണ്ടുകളും ഒക്കെ എക്സിൽ നിന്നുമൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാജ്യദ്രോഹപരമായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് നിരക്കാത്ത കണ്ടൻറ്റ് മാത്യു സാമുവലിൻ്റെ ചാനലിൽ വന്നു എന്നാണ് ഇപ്പോൾ ഇത് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, അദ്ദേഹം തെഹൽക്ക എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ആളായിരുന്നു. കുറേ വെളിപ്പെടുത്തലൊക്കെ മാസിക. അതിൽ വന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ അതിഭീകരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സമീപകാലത്തായി അദ്ദേഹം സംഘികളെ എന്ന് വിളിക്കുന്ന സംഘപരിവാർ അനുകൂലമായ വാർത്തകളൊക്കെ ചെയ്ത് ഒത്തിരി മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഒത്തിരി സത്യങ്ങൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു ആരാധനാമൂർത്തിയായി മാറിയ ഒരു കഥാപാത്രമാണ് മാത്യു സാമുവൽ. പക്ഷേ അദ്ദേഹത്തിന് എന്തായിരിക്കും സംഭവിച്ചത് ഇക്കാര്യത്തിൽ? എനിക്ക് മാത്യു സാമുവലിനെ പറ്റി പ്രത്യേകിച്ച് ഒരഭിപ്രായമില്ല, പണ്ടുമില്ല. അത് ഒരഭിപ്രായമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മാത്യു സാമുവലിനെ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടേ കാണുന്നില്ല. എന്താണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് 10-25 കൊല്ലം മുമ്പ് അദ്ദേഹം എന്താണോ ചെയ്തിരുന്നത് അത് തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമ പ്രവർത്തനത്തിൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അത് മാത്യു സാമുവലിന്റെ 7 അയലത്തുകൂടി പണ്ടും പോയിരുന്നില്ല, ഇപ്പോഴും പോയിട്ടില്ല. അദ്ദേഹം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇടക്കാലത്ത് ഉണ്ടായിരുന്നില്ലേ, അത് തെഹൽക്കയിലെ വേറൊരുത്തനും പിന്നീട് ഈ ഒരു നോവലൊക്കെ എഴുതി ഏറ്റവും തല്ലിപ്പൊളി നോവലിന് അവാർഡ് കൊടുക്കുന്ന അമേരിക്ക എന്നോ മറ്റോ ആ അവാർഡൊക്കെ കിട്ടിയ ഒരുത്തനും ഉണ്ട് ഈ തെഹൽക്കയിൽ ഉണ്ടായിരുന്നു. എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയെന്നിരിക്കട്ടെ, എന്തെങ്കിലും പദവിയൊക്കെ ഉള്ള ആളുകളായിരിക്കും, നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് കുറേ കാശ് പിടിപ്പിക്കുക, എന്നിട്ട് പിടിപ്പിച്ചിട്ട് ഇത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇയാളിതേ കുറേ പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ കാണിച്ചിട്ട് ഇതാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. മൊത്തത്തിൽ അങ്ങനെ അടച്ച് പറയാമോ? അല്ല, അങ്ങനെയായിരുന്നല്ലോ. ബംഗാരു ലക്ഷ്മൺ എന്ന് പറഞ്ഞ BJPയുടെ ദേശീയ പ്രസിഡന്റ് ദളിതനായിരുന്നല്ലോ, ആന്ധ്രയിൽ നിന്ന് വന്ന ബംഗാരു ലക്ഷ്മണെ എങ്ങനെയാണ് BJPക്ക് പുറത്താക്കേണ്ടത് വന്നത്? മാത്യു സാമുവലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ. ഇത് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ഒന്നും അല്ല, ഇത് കോപ്പാണ്. ഈ ബംഗാരു ലക്ഷ്മണന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് ചില്ലറ പിടിപ്പിക്കുക, 5000 രൂപയോ 10000 രൂപയോ, ഇത് സംഭാവനയാണ് പാർട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കുക. നമ്മളൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ചെയ്ത പത്രപ്രവർത്തനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഭയങ്കര കോഴക്കാരൻ അഴിമതിയൊക്കെ നടത്തുന്നു, ആയുധ ഇടപാടൊക്കെ നടത്തുന്നു, ഒരു പ്രതിരോധ മന്ത്രി എന്നൊക്കെ ഇരിക്കട്ടെ, അയാൾ 20 കോടി 30 കോടിയുടെ ഒക്കെ നടത്തിയിട്ടുണ്ട്.
അയാളുടെ അടുത്ത് പോയിട്ട് നമ്മളൊരു ഡിഫൻസ് ഡീലറൊക്കെ ആയി പോയിട്ട് ഇയാളുടെ ഈ അഴിമതി നിരന്തരം ഇയാൾ നടത്തുന്നതുകൊണ്ട് ഇയാളെ എക്സ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം കൊള്ളാവുന്ന സ്റ്റിംഗ് ഓപ്പറേഷനാണ്, ഇവൻ അഴിമതിക്കാർ. അതല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളുടെയൊക്കെ കൊണ്ടുപോയിട്ട് 5000 രൂപ പിടിപ്പിക്കുക, 10000 രൂപ പിടിപ്പിക്കുക, ഇതിൻ്റെ വീട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുക. അങ്ങനെ ആയിരുന്നു ഇത് മുഴുവൻ. എനിക്ക് നല്ല ഓർമ്മയില്ലേ ഇത്. അന്നും നമ്മളിത് ചർച്ച ചെയ്യുന്നതാണ് മനോരമയിലും ഒക്കെ. ഇത് സ്റ്റിംഗ് ഓപ്പറേഷനാണോ, ഇത് എത്തിക്കലാണോ എന്നൊക്കെ. ആളാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അത് മുഴുവൻ. വേറെ ഒരാളും പേര് നാവിൻ്റെ തുമ്പത്തുണ്ട്, ഇതുപോലെ തന്നെ ഒരുത്തൻ ആ തേൽക്കയിലുണ്ടായിരുന്നു അന്ന്. അയാളും പിന്നെ ഈ മീഡിയയിൽ നിന്ന് ഔട്ടായി പോകേണ്ടി വന്നു. തല്ലിപ്പൊളി നോവലും ഒക്കെ എഴുതി ജീവിക്കാൻ നോക്കി. പക്ഷെ അയാൾക്ക് നിർഭാഗ്യവശാൽ ഏറ്റവും വിരൂപമായ വിധം സെക്സ് എഴുതുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു പുരസ്കാരം ഉണ്ട് അമേരിക്കയിൽ. ഇത് നന്നായിട്ട് എഴുതണ്ടാണല്ലോ, ഏറ്റവും തല്ലിപ്പൊളിയായിട്ട്. അത് കൊടുത്ത് അതോടുകൂടി അവൻ്റെ ആഫീസും പൂട്ടിപ്പോയി. അനിരുദ്ധ ബഹൽ എന്നാണ് അയാളുടെ പേര്. ഞാൻ നാവിൻ്റെ തുമ്പത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. അനിരുദ്ധ ബഹൽ. ഈ അനിരുദ്ധ ബഹലും ഈ മാത്യു സാമുവലും ഒരേ വണ്ടിക്ക് കെട്ടാവുന്ന ചരക്കുകളായിരുന്നു ഇതുപോലെ. അപ്പം ഞാൻ ഈ സുനിലി പറയുന്ന പോലെ നോക്കുന്നുണ്ട്. സംഖ്യകളൊക്കെ ആവശ്യമില്ലാതെ പോയി പെട്ടതാണ്. എനിക്ക് 25 കൊല്ലം മുമ്പ് മാത്യു സാമുവൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എനിക്ക് ബംഗാരു ലക്ഷ്മണനെ ഇങ്ങനെ പല ആളുകളുടെ അടുത്തൊക്കെ കൊണ്ടുപോയി ഈ പൈസ പിടിപ്പിച്ച്. ബംഗാരു ലക്ഷ്മണൻ ശരിക്കും കറപ്റ്റ് ആയിരുന്നില്ല. ചുമ്മാ നമ്മൾ ഒരു കറപ്റ്റ് അല്ല, ചെറിയ എന്താണ്ട് തുകയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് പുള്ളിയുടെ കയ്യിൽ. അപ്പൊ പുള്ളി എടുത്തത് അപ്പുറത്ത് പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നതാണേ. അപ്പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാവി അസ്തമിച്ചു പോയി. അങ്ങനെ അതല്ല സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്ന പരിപാടി തന്നെ അങ്ങനെയല്ല. ഇവിടെ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ ഒക്കെ ആഫീസ് പൂട്ടിപ്പോയതും അങ്ങനെയാണ്. നമുക്ക് വലിയ കറപ്റ്റായ ഒരാളെ, അല്ലെങ്കിൽ ബംഗാരു ലക്ഷ്മണന്റെ ഒരുപാട് കറപ്ഷൻ കേസസ് നമ്മൾ അറിവുണ്ടായിരുന്നു, ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ സംഘത്തിൽ നിന്ന് വന്ന ആളുകളോടും BJP-യോടൊക്കെ പ്രവർത്തിച്ച ഒരാള്, പിന്നെ ഇയാള് നാരദ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, കേൾക്ക മാത്രമല്ല ഇയാള് നാരദ എന്ന് പറഞ്ഞിട്ടൊരു സാധനം തുടങ്ങിയിട്ടാണ് ഈ സ്റ്റിങ്ങുമായിട്ട് നടന്നത്. അപ്പോൾ ഈ നാരദ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഗതി. അപ്പോൾ ഇയാളെന്താ, ചില ആളുകൾ ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ പത്രപ്രവർത്തനത്തിലുമൊക്കെ ശുപാർശ ചെയ്ത്, ഇങ്ങനത്തെ കുറേ പത്രപ്രവർത്തകരൊക്കെ ഉണ്ട് തലസ്ഥാനത്തുമൊക്കെ. ഈ വകുപ്പിലൊക്കെ പെടുന്ന ഒരാളായിട്ടേ ഞാൻ പണ്ടും കൂട്ടിയിട്ടുള്ളൂ, ഇപ്പോഴും കൂട്ടിയിട്ടുള്ളൂ. ഒരു വ്യത്യാസവും ഈ മാത്യു സാമുവലിന് വന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ സംഖ്യകൾ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്താണെന്ന് അതെ. പക്ഷെ ഈ നോർത്തിൽ ചില സ്ഥലത്ത് ഈ മതം മാറ്റാനായിട്ടൊക്കെ നടക്കുന്ന ചില പരിപാടികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. അത് തന്നെ എനിക്ക് ചില ആളുകൾ ഞാൻ സുനിൽ തന്നെ നടത്തിയ ചർച്ചയുടെ അകത്ത് ഞാൻ ഒരിക്കൽ ചോദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, മിമിക്രിക്കാർ ചോദിക്കുന്ന പോലെ ഒന്ന് കുറയ്ക്കാമോ, ശരിയാണ്, ഇത്തിരി കുറയ്ക്കാമോ. ഇയാളെ ഏതോരുത്തൻ ഒരു മലയാളി ഏതോ അമേരിക്ക പോയിട്ട് വന്നിട്ടോ മറ്റോ അവിടെ എവിടെയോ ബഗുസരായി, ഞാൻ ഓർക്കുന്നുണ്ട്, ബഗുസരായിൽ വലിയ പള്ളിയൊക്കെ പോണതു ഹിന്ദു ആയിരുന്നു. അയാൾ മതം മാറി. ഇതുപോലത്തെ എന്തോ ഒരു പേരാ, അനിരുദ്ധം പോലത്തെ ഭരതനോ. അയാളിപ്പോൾ ക്രിസ്ത്യാനിയായി. അയാൾ ഓരോ ഞായറാഴ്ച അയാളുടെ പള്ളിയിൽ വന്ന് 50,000 പേരാണെന്നൊക്കെ ഇയാൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നൊക്കെ വാർത്ത വന്നിരുന്നു. ഇത് ചർച്ച ചെയ്യുമ്പോഴാണ് കുറയ്ക്കാമോ ഞാൻ ചോദിച്ചത്. നമ്മളൊരു പത്രപ്രവർത്തനത്തിൻ്റെ ബേസിക്സിൽ പെട്ടതല്ലേ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അവിടെ 50,000 പേരെ കാണിച്ചുകൊണ്ടായിരിക്കണം. കാരണം അയാൾ വേറെ അവിടെ ഈ ദളിത് വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഭാവമാരുണ്ടാവുന്നതിനെയൊക്കെ പറ്റി ഞാൻ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആളല്ല. ഇതിനെ പറ്റി വന്ന വാർത്തകളിൽ കാരണം ഇയാളുടെ ഞാൻ കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇയാള് പണ്ട് ഇങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള അറിയാവുന്നത് കൊണ്ട് മാറ്റം വന്നില്ല എന്ന് ഇപ്പോഴും തെളിയിച്ചല്ലോ. അല്ല, എന്നോട് ഒരാൾ പറഞ്ഞു അടുത്തിടയ്ക്ക് ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ മോദിയോട് ആവശ്യപ്പെട്ടു, മോദി ആയിട്ട് കൂടിക്കാഴ്ച ഉണ്ടായല്ലോ, അവിടെ ഇവിടെ കിടന്ന് കേസെടുത്തിട്ടുള്ള എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെയും വിട്ടയക്കണം, ജയിലിൽ കിടക്കുന്നവരെ. അങ്ങനെ എന്തോ ക്രിസ്ത്യൻ ഈ മതപരിവർത്തനം നടത്തുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്കെതിരെയുള്ള എല്ലാ നടപടികളും ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻസൊക്കെ മോദിയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് ട്രംപ് സംസാരിക്കാൻ തയ്യാറായത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല.
അപ്പം നമ്മൾ ഈ വേറെ വീഡിയോ കാണാൻ നിൽക്കാറില്ല. അതെ വീഡിയോ ഒക്കെ കാരണം അത് കണ്ടാൽ അസംബന്ധമാണ്. അത് മാത്രമല്ല, ഞാൻ കാണാത്തെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ പറയുന്നത് നമ്മുടെ ജെനുവിൻ ഓർഗാനിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് മറ്റതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട മറ്റു ഒരു ചാനലും കാണാറില്ല. ഇതൊക്കെ കണ്ടിട്ട് കുറെ ആളുകൾ ഇവിടെ വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നോട് ഇവിടെ നമ്മുടെ ഹിന്ദുമതത്തിന്റെ ഒരു ആചാര്യൻ എന്നൊക്കെ പറയാവുന്ന ഒരാള് ഒരു വീഡിയോ ഇയാളുടെ അയച്ചു തന്നു. ഇതിൽ പറയുന്നത് ശരിയാണോ? ഇത്രയും മതം മാറ്റം ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാൾക്ക് മറുപടി വെച്ചിരുന്നു, ഇയാൾ പറയുന്ന ഒന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. അതിപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ ഓൾട്ട് ന്യൂസ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഈ BJP വിരുദ്ധ അല്ലെങ്കിൽ മോദി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന ആളാണ്. അതിൻ്റെ സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. അതായത് പാകിസ്ഥാൻ പറയുന്ന പച്ചക്കള്ളമാണ്, ഇന്ത്യയുടെ ഒറ്റ വിമാനവും വെടിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓൾട്ട് ന്യൂസിൻ്റെ മുഹമ്മദ് സുബൈർ വരെ ചെയ്തിട്ടും മാത്യു സാമുവൽ വീണ്ടും 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 ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട്. അതെന്താന്ന് വെച്ചാൽ അതിന്റെ വാർത്ത ഞാൻ വായിച്ചിരുന്നു. ഈ ന്യൂയോർക്ക് ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂയോർക്ക് ടൈംസ് അല്ല, ന്യൂയോർക്ക് പോസ്റ്റ്. ന്യൂയോർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. ന്യൂയോർക്ക് പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് ഞാൻ അത് രണ്ടാ. ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്നത് ടാബ്ലോയിഡ് പോലത്തെ ഒരു സാധനമാണ്. ഈ അവിഹിതമൊക്കെ ഇങ്ങനെ അച്ചടിച്ച് വിടുന്നൊരു സാധനമാണത്. അപ്പൊ ഈ ന്യൂയോർക്ക് ടൈംസിൽ ഞാൻ ഇത് വായിച്ചിരുന്നു. അത് പാകിസ്ഥാൻ ക്ലെയിംഡ് അല്ല, ഇദ്ദേഹം പറഞ്ഞത്രേ, ഇദ്ദേഹം പറയുന്നത് ഇന്ത്യൻ മിലിറ്ററിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു എന്നും പറഞ്ഞാണ് അദ്ദേഹം വീഡിയോ ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞാണ്. സാർ പറഞ്ഞു വന്നത് ന്യൂയോർക്ക് പോസ്റ്റില് അല്ല, ഞാൻ പറയുന്നത് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ. ന്യൂയോർക്ക് ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ചില പത്രങ്ങൾ ഞാൻ വേറെ സ്ഥലത്തും ഈ 5 വിമാനത്തിന്റെ കണ്ടു. അത് പാകിസ്ഥാൻ ക്ലെയിം ചെയ്തു എന്ന് അവർ പറഞ്ഞിരുന്നു. ഈ മാത്യു സാമുവൽ ചെയ്യുമ്പോഴും പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ തെളിവൊന്നുമില്ല എന്ന് പറയാം. അത് മാത്രമല്ല, CNN വന്നിട്ട് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയോട് ചോദിച്ചു, നിങ്ങൾ 5 വിമാനം വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു, എവിടെ തെളിവെന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയ എന്നാണ് പറഞ്ഞത്. ആ മണ്ടൻ എന്താണ് ഖ്വാജ അല്ല, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സോഷ്യൽ മീഡിയയിലും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഫേസ്ബുക്കിൽ അത് കഴിഞ്ഞപ്പോൾ ചില മിനിസ്റ്റർ സർ അതെ ചോദിച്ചു നിങ്ങളൊരു മന്ത്രിയാണ്, ഇങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചു. സോഷ്യൽ മീഡിയ അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്യു സാമുവലിന് ചെയ്യാമായിരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വീഡിയോ പിൻവലിക്കാം, തെറ്റുപറ്റിയതാണെന്ന് പറയാം, അതൊക്കെ ചെയ്യാം. നമ്മൾ ഒരു യുദ്ധത്തിൻ്റെ എന്നെ ഒരുപാട് പേര് ഭയങ്കര വിഷമത്തിൽ നമ്മൾക്ക് ഇത്ര വലിയ പരാജയം ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോൾ ആളുകൾ എന്നോടും ചോദിച്ചു, ഒത്തിരി പേര് ചോദിച്ചു. ഞാൻ ഇതിനൊരു എനിക്ക് പറയാവുന്നത് ക്ലീൻ ആയിട്ടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ റഫാൽ വിമാനങ്ങൾ അതിർത്തി കടക്കാതെയാണ് ഈ ആക്ഷൻ മുഴുവൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എവിടെ ഇട്ട് വെടിവെച്ചിടാൻ? ഞാൻ പറഞ്ഞ മറുപടി അതല്ല, നമ്മുടെ സൈന്യം പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. നമ്മുടെ സൈന്യത്തെ അല്ലാതെ പിന്നെ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്? നമ്മുടെ സൈന്യത്തെ, നമ്മുടെ രാജ്യത്തെ അറിയാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മറച്ചു വെക്കുകയല്ലേ വേണ്ടത് രാജ്യത്തിന് വേണ്ടി. അതെ. അപ്പോൾ ഏതായാലും വളരെ നിർഭാഗ്യകരമായി പോയി. ഒരുപാട് ആളുകൾ ആവേശത്തോടെ കാണുകയും വിശ്വാസ്യതയുള്ള ഒരു ചാനൽ എന്നുള്ള നിലപാട് അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്ത ആളാണ് മാത്യു സാമുവൽ. അദ്ദേഹത്തെ ഒതുക്കാൻ, അദ്ദേഹത്തിൻ്റെ നാവടക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. കേസുകളൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പോലീസ് വന്നിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തു. പക്ഷേ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ 3 വീഡിയോകളിൽ മാത്യു സാമുവലിൻ്റെ പേരെടുത്ത് പറയാതെ ഇന്ത്യയുടെ ഒരു വിമാനവും പോയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ 3 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത്യാവശ്യം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളൊക്കെ അച്ചായൻ പറഞ്ഞാൽ അതായിരിക്കും, എന്തെങ്കിലും കാര്യമുണ്ട്. അച്ചായൻ ഇൻ്റർനാഷണൽ ബന്ധങ്ങളുണ്ട്. ഇന്ത്യൻ മിലിറ്ററിയിലെ ടോപ്പേഴ്സ് വരെ അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വിളിച്ച് അതിർത്തിയിലെ എസ്കലേഷനെ കുറിച്ച് ബ്രീഫ് ചെയ്യുന്നവരാണെന്നൊക്കെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ വന്നിട്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കണ്ടന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ അദ്ദേഹത്തെ കൊണ്ടാടിയിരുന്ന ആളുകൾ ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ട, ഭൂതകാലം അറിയാത്ത ആളുകളാണ് കൊണ്ടാടിയത്. അത് മാത്രമല്ല, ഇങ്ങനെ സോഷ്യൽ മീഡിയ ചില ആളുകളൊക്കെ ഉണ്ട്. അതായത് ഈ വ്യൂവർഷിപ്പ് ഇപ്പോൾ പ്രധാനമായും വലതുപക്ഷ രാഷ്ട്രീയം പറയുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി, അല്ലെങ്കിൽ സംഘപരിവാറിന് അനുകൂലമായി, സംഘപരിവാറിൻ്റെ നിലപാടുകളിലെ ശരി പറയുന്ന ആളുകളെ കേൾക്കാൻ ഇന്ന് നല്ല ഓഡിയൻസ് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ മാരീച വേഷത്തിൽ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ അൾട്ട് ന്യൂസിന്റെ സുബൈറിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ഓർത്താണ്, നമ്മളിപ്പോൾ നോക്കണം, ഈ ഒവൈസി എന്ന് പറഞ്ഞ
ഒവൈസി ജാതി സാധനം ഉണ്ടല്ലോ, അയാൾ ഇന്ത്യക്ക് ഭയങ്കര അതെ അനുകൂലമായി അതെ അതെ പാകിസ്ഥാനെ ഇടിച്ച് പാകിസ്ഥാനെ തവിട് പൊളിയാക്കണമെന്ന് ഒവൈസി പറയുന്നത്. പറയുന്നത്. അപ്പൊ ഒവൈസി, ആൾട്ട് ന്യൂസിന്റെ സുബൈർ, ഇതൊക്കെ മറ്റേ വേഷവിട്ട സാധനങ്ങളാണിത്. അതെ, ഇതുങ്ങളൊന്നും വിശ്വസിക്കില്ല. എന്താ പോലും സുബൈർ പറഞ്ഞല്ലോ ഇങ്ങനെ ഇന്ത്യയുടെ വിമാനങ്ങൾ വീഴ്ത്തിയിട്ടില്ല എന്നുള്ളത്. അത് നമുക്ക് പറയണം. ഞാൻ പറയുന്നത് അങ്ങനെ ഈ മാരീച വേഷത്തിൽ വരുന്ന ആളുകളെ വാരി പുണരുന്നുണ്ട് കേരളത്തിലെ ഈ സംഘികൾ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ. താൽക്കാലിക അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യൂവർഷിപ്പ് കൂട്ടുക, അതിലൂടെ 4 ചക്രം കൂടുതൽ കിട്ടുക എന്നുള്ളത്. കൃത്യസമയത്ത് അവർ തിരിച്ചടിക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ വളരെ BJPക്ക് അനുകൂലമായി നിരന്തരം വർത്തമാനം പറഞ്ഞപ്പോൾ പാലക്കാട് ഇലക്ഷൻ വന്നപ്പോൾ BJPക്കെതിരെ നിലപാടെടുത്ത ആളുകളുണ്ട്. ഈ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങായുടെ പുളി അറിയൂ എന്ന് പറയുന്ന പോലെ സംഘപരിവാറിന് അനുകൂലമായി BJPക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്ന് ഭാവിക്കുന്ന ചില മാരീചന്മാരുടെ തനി നിറം കൃത്യസമയത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ഇടത്ത് പ്രേക്ഷകരുള്ളത്, കാണികളുള്ളത് വലതുപക്ഷ രാഷ്ട്രീയത്തിലാണ്. വലതുപക്ഷ രാഷ്ട്രീയം തങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള ഒരവസരമാണെന്ന് കണ്ട് അങ്ങനെ ഭാവിക്കുന്ന ആളുകളുടെ ചതിക്കണിയിൽ കേരളത്തിലെ സംഘികൾ ഇനി വീഴാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.